പരപ്പനങ്ങാടി നഗരസഭയുടെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിന്റെ പരിണതഫലമായി പരപ്പനങ്ങാടി പുത്തരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഹോസ്പിറ്റലിന് മുന്നിലുള്ള ഡ്രെയിനേജ് വൃത്തിയാക്കാത്തതിന്റെയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിന്റെയും ഭാഗമായി വെള്ളം കെട്ടിനിൽക്കുകയാണ്. യഥാസമയത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ഹോസ്പിറ്റലിന് മുന്നിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്കും ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്കും ബുദ്ധിമുട്ടാകില്ലായിരുന്നു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പരപ്പനങ്ങാടി നഗരസഭയിലേക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതൊന്നും വകവയ്ക്കാതെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് നഗരസഭ പിന്മാറിയതിനാൽ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കാൻ താൽക്കാലിക ആശ്വാസം എന്ന നിലയ്ക്ക് ഡിവൈഎഫ്ഐ നെടുവ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. നെടുവ മേഖലാ സെക്രട്ടറി ജിബിൻ പാലശ്ശേരി, ട്രഷറർ സുബൈദ് ഉള്ളണം, പ്രസിഡന്റ് മിഥുർ, തിരൂരങ്ങാടി ബ്ലോക്ക് പ്രസിഡന്റ് വിശാഖ്, CPM പുത്തരിക്കൽ ബ്രാഞ്ച് സെക്രട്ടറി ഫൈസൽ കൊച്ചു തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ഥലത്ത് റവന്യൂ, വില്ലേജ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. തുടർന്ന് നഗരസഭ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് ഡിവൈഎഫ്ഐ നെടുവ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെടുകയും ചെയ്തു. എൻലൈറ്റ് ന്യൂസ്, പരപ്പനങ്ങാടി.